ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഒരു 2 പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ചമ്മന്തി, അതിന് വേണ്ടിയിട്ട് കാന്താരിമുളകും, പിന്നെ ഒരു 1.5 മുറി നെല്ലിക്ക, വലിയ നെല്ലിക്കയായിരുന്നേ, അത് 1.5 മുറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി, സാമ്പാർ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 3 മുളക്. നമുക്ക് ആദ്യമേ ഈ പാവയ്ക്കൊന്ന് വറുക്കായിടേ. നമുക്ക് ആദ്യമേ സ്റ്റൗ കത്തിയേ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. കുറച്ച് എണ്ണയല്ലേ. പാവയ്ക്ക് അങ്ങ് മൊരിച്ചൊന്നും എടുക്കുമല്ല, ഒന്ന് വഴന്ന് വന്ന് അങ്ങ് മൊരിക്കാത്ത എടുക്കുന്ന രീതിയിൽ വെക്കുവേ. നമ്മൾ എണ്ണ ചൂടാവട്ടെ പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള. ഇന്ന് ഒരു മോര് കറിയും കൂടെ ഉണ്ടായിരുന്നേ, ഞാൻ കുറച്ച് അത് പിന്നെ കാണിക്കാം. മോര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ ഈ പാവയ്ക്ക ഇടാം ആദ്യമേ. നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത്, കടുകൊന്ന് പൊട്ടട്ടെ. നമ്മൾ കടുക് പൊട്ടി ഇതിനകത്തോട്ട് ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കേ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഒരു ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ച്, ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച്. പാവയ്ക്കയ്ക്ക് ഇച്ചിരി ഉപ്പ് കുറച്ച് മുമ്പിട്ട് വെക്കണം, കാര്യം കയ്പ്പല്ലേ, ഇത് വലിയ കയ്പ്പില്ലാത്ത പാവയ്ക്ക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എടുക്കട്ടെ. പിന്നെ അടുത്തത് മോര് കറിക്ക് വേണ്ടിയിട്ട് വലിയൊരു കപ്പ്, അളവ് പറയാനായിട്ട് വലിയൊരു കപ്പ് തൈരാണ് എടുത്ത് വെച്ചേക്കുന്നേ. വലിയ ലൂസല്ല. ഇതിനകത്ത് ചെറിയ സ്പൂൺ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തേ. നമ്മുടെ ഈ പാവയ്ക്കയില്ലേ, ഞാനിപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് അധികം ഒന്നും മൊരിപ്പിക്കാതെ എടുക്കുന്ന പാവയ്ക്കയില്ലേ, അതുകൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. കുറച്ച് നേരത്തേക്ക് തീ ഒന്നുകൂടെ കുറയ്ക്കാം. നമുക്ക് ഈ അടുപ്പ് കത്തിക്കാം. പാത്രം ഇങ്ങോട്ട് വെക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. അതിൽ നനവൊന്ന് പോട്ടെ. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ പാവയ്ക്കാൻ നോക്കാം. അതെ, ഇനി പാവയ്ക്ക അടയ്ക്കണ്ടേ. ഒരു 2 മിനിറ്റ് അടച്ചിട്ടാൽ മതി. ഇനി ഇതിനകത്ത് എണ്ണ ചൂടാവട്ടെ. മോര് കറിക്കുള്ള എണ്ണ ഞാനിത് ഈ അടുപ്പ് ഓഫാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കേ. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്,
ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടാം. നമ്മൾ എണ്ണ ചൂടായി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടട്ടെ. നമ്മളെ കടുക് പൊട്ടി ഇതിനകത്തോട്ട് ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളിയില്ലേ, സാമ്പാർ ഉള്ളി, അത് അരിഞ്ഞിട്ട് കൊടുത്ത് അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമ്മുടെ പാവയ്ക്കയിൽ 2 ചെറിയ സവാള, ഇടത്തരം സവാള, അതരിഞ്ഞ് ഇട്ട് കൊടുക്കുക. തീ കൂട്ടിയും കുറച്ചും കൊടുത്തോണ്ടിരിക്കണേ. ഇങ്ങനെ കേട്ടോ നമ്മുടെ മോരുകറിയുടെ ഭാഗം. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക്, പച്ചമുളകൊക്കെ എരിക്കനുസരിച്ച് ഇട്ട് കൊടുത്തോളേ. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ആ ചെറിയ തീ കിടന്നു ഇത് എണ്ണയൊക്കെ ഇതാ നോക്കേ, കുറച്ച് ഒഴിച്ചിട്ടുള്ളേ. കുറേ പേര് പറയുന്ന എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ അടുപ്പിൽ ഈ ക്യാമറയിൽ എടുക്കുമ്പം കാണുന്നത് അത്. ഇനി ചില കറിക്ക് എണ്ണ വേണം, അത് ഞാൻ പറയുന്നുണ്ട്. ഇതിനകത്തൊരു 2-3 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയിരുന്നേ, പിന്നെ 3 കഷ്ണം ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, അത് ചവച്ചത് അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് രണ്ട് കറിവേപ്പില, തീരെ കുറയ്ക്കേ. ചെറിയ അടുപ്പായതുകൊണ്ട് പിന്നെ ഭയങ്കര പ്രശ്നമില്ല, വലിയ ചൂടില്ലാത്തതുകൊണ്ട് തീ കുറയ്ക്കേ. തീരെ കുറച്ചിട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ചേക്കുന്ന തൈരില്ലേ, മഞ്ഞളും പച്ചമുളകും അതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ഇത് മതി. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടാം. മോര് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം. അടിപൊളി മോര് കറി. ഓട്ടുമോരാണിത്. ഓട്ടുമോരിന് പച്ചമുളക് ഇടില്ല, പക്ഷെ ഞാൻ ഒരു പച്ചമുളക് ഇട്ട്. സിമ്പിൾ മോര് കറി, എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയേ. അപ്പം അത് റെഡി. നമ്മുടെ പാവയ്ക്ക ആദ്യം ഇട്ടു, അല്ല പാവയ്ക്കല്ല, പാവയ്ക്കയിൽ ആദ്യം ഉള്ളി, പാവയ്ക്ക ഇടുമ്പം തന്നെ സവാള അരിഞ്ഞ്, കൊച്ചുള്ളി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. സവാള അരിഞ്ഞ് കിട്ടും. ഉള്ളി ആയാലും ഇട്ട് കൊടുക്കരുത്, കൊച്ചുള്ളി ആയാലും സവാള ആയാലും ആദ്യം ഇട്ട് കൊടുക്കരുത്. പാവയ്ക്ക ഒന്ന് അടച്ച് വെച്ച് വെന്തതിന് ശേഷം മാത്രം 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം തീ കുറച്ചെടുക്കാം. ഇനി നമുക്ക് ഞാൻ ഇതിൻ്റെ ഒന്ന് ചൂടാവട്ടെ, ചെറുതായിട്ടൊന്ന് തിളയ്ക്കരുത്, ചെറിയൊരു തീ കുറച്ചിട്ടേക്ക്.
ഉപ്പൊന്ന് നോക്കട്ടെ. നല്ല സൂപ്പർ മുരുകറി. അപ്പം ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫാക്കേ, ആ ചൂട് മതി. നമുക്ക് ചമ്മന്തി അരയ്ക്കുന്ന ഇത് ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, ചെറിയ തീയായാലും. ഇനി ചമ്മന്തി അരയ്ക്കാൻ നോക്കാം. ഇനി നമുക്ക് ചമ്മന്തി അര നോക്കേ. പാവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി പാവയ്ക്കയിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടണം. തീരെ ഇനി ഇടാം, കുറച്ചിട്ടേ. ഇനി ചമ്മന്തിക്ക് ഞാൻ പറഞ്ഞില്ലേ വലിയ നെല്ലിക്കയുടെ 1.5 നെല്ലിക്ക വേണ്ടേ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇങ്ങോട്ട് ഇട്ടുക. ചെറുതായിട്ട് ഇങ്ങനെ ഇടണേ, അരിഞ്ഞിടണം. ഇനി ഇതിനകത്ത് ഒരു 5 കാന്താരി മുളക്, കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ മുളകായാലും മതി, 2 പിന്നെ ഒരു 7 ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങ, ഒരു മുറി തേങ്ങ. ഇത് വലിയൊരു മുറി തേങ്ങയായിരുന്നു. പിന്നെ ഒരു 3 പിരിയമുളകല്ല, സാധാരണ കൊല്ലമുളക്, അതിട്ട് കൊടുത്തേ. പിന്നെ ഇതിന് ആവശ്യമുള്ള ഉപ്പ്. ഇത് ശകലം വെള്ളം ഒഴിച്ചായിരിക്കും, പക്ഷെ വെള്ളം അധികം വേണ്ട, ഒരു തുള്ളി, ഇങ്ങനെ ഒരു തുള്ളി മതി. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പില, അതിങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെവിടി ഇങ്ങോട്ടിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്തോട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കാം. നല്ല മിക്സ് ചെയ്യണേ കറിവേപ്പില. ഞാൻ ഇങ്ങനെ കറിവേപ്പില ചമ്മന്തിയിലോട്ടിട്ട് മിക്സിയിൽ കറക്കത്തില്ല, കാര്യം തുണ്ടായിട്ട് ഇങ്ങനെ ചോറിൻ്റെ ചമ്മന്തിയല്ലേ. ദോശ ചമ്മന്തിക്ക് അരയ്ക്കാം, നല്ലതുപോലെ അരയണ്ടേ. ഇത് അധികം നല്ലതുപോലെ അരയണം, എന്നാലും ദോശയുടെ ചമ്മന്തിയുടെ കണക്ക് അരയണ്ട. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ പാവയ്ക്ക റെഡിയായേ. ഇത് അണയ്ക്കാം, ഗ്യാസ് ഓഫാക്കി. ഇനി ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ ഞാൻ വിളമ്പാം. നമ്മളെ ചമ്മന്തി നല്ലതുപോലെ ഉരുട്ടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടേ. ഇനി ഇത് ഞാൻ ചോറ് വിളമ്പിക്കൊണ്ട് കേട്ടെ. ഞാൻ എന്താ കുറച്ച് ചോറെടുത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ചമ്മന്തി ഇവിടെ ഇങ്ങനെ വെക്കുക. ഇനി ഇതിനകത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ ആ സമയത്തുണ്ടാക്കിയ നെല്ലിക്കാപ്പിക്കള ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ആ ഇതിനകത്ത് ഫ്രിഡ്ജിനകത്തൊന്നുമല്ല വെച്ചേക്കുന്നത്, തീർന്നു, ഇപ്പം തീരാറായി. ഇപ്പോൾ ഇത് വെളിയിലിരുന്നതാണ് ആ നെല്ലിക്കാപ്പിക്കള്. യൂട്യൂബിലുണ്ട്, കാണണേ, അടിപൊളി പിക്കള്. എന്നിട്ട് ഇതിനകത്ത് ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ലഞ്ച്, വെജിറ്റേറിയൻ ലഞ്ച്. പിന്നെ മീനും അതൊക്കെ വേണമെന്നവർക്ക്, നോൺ വെജ് വേണമെന്നവർക്ക് ഇതിനകത്ത് ഫിഷ് ഫ്രൈയോ പിന്നെ ചിക്കനോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പം സിമ്പിളായിട്ടുള്ള ലഞ്ച്, അടിപൊളി ലഞ്ച്. ഇത് ടേസ്റ്റാണെന്നറിയാവോ, ഈ പിക്കിളും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടിപൊളി ലഞ്ചാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അറിയാതെ കഴിച്ചു പോകും. ചോറധികം കഴിക്കണ്ട.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. നമ്മുടെ പിക്കിൾ ഒരു സൈഡിലോട്ട് ശകലം ഒന്ന് പ്ലേറ്റിൽ കണ്ടില്ലേ, സൂപ്പറായില്ലേ? ഒരു പപ്പടവും കൊണ്ട് എൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഉഗ്രൻ ഊണായി, അടിപൊളിയായി. മനസ്സും വയറും എല്ലാം നിറഞ്ഞ് ഭക്ഷണം കഴിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞ് നിർത്തിയതാണ്, പക്ഷേ പിക്കിൾ വെക്കാമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ.